ഈ ബുംറയുടെ കാര്യം അതെന്തായിരുന്നു സംഭവം ആക്ച്വലി അങ്ങനെ വരാൻ ഉള്ള? സി ബേസിക്കലി വി വർ ഫോളോയിങ് ഈച്ച് അതർ ഓൺ ട്വിറ്റർ. ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ബൂമറെ ഫോളോ ചെയ്യുന്നതായിരുന്നില്ല പ്രശ്നം, ബൂമറെ എന്നെ ഫോളോ ചെയ്തു എന്നുള്ളതായിരുന്നു പ്രശ്നം എല്ലാവർക്കും. സോ അവർ അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ലൈക്ക് ഹി വാസ് ഫോളോയിങ് വെരി ഫ്യൂ പീപ്പിൾ. അപ്പോൾ വി യൂസ് ടു ടോക്ക് വൺസ് ഇൻ എ വൈൽ, അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഞാനും ബൂമറെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. വി വർ ലൈക്ക് ഫ്രണ്ട്സ് ബേസിക്കലി. അപ്പം അങ്ങനെ അവർ എഴുതി എന്നിട്ടും ഇറ്റ് വാസ് ബുംറാസ് മാരേജ് വെഡിങ് ആൻഡ് യു ആർ ലൈക്ക് എന്നിട്ട് എന്തുണ്ടായെന്നറിയോ, ഞാൻ അവിടെ പോയി. അപ്പൊ അനുപമ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ഉറുമിയിലൊരു പാട്ടില്ലേ, ചലനം ചലനം ജീവിതം അഖിലം ഉള്ളിലുറങ്ങും ഒരു, ആ പാട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ടു. തെലുഗു മീഡിയ തോട്ട് ഇറ്റ്സ് എ ഡിപ്രഷൻ സോങ്. യു അണ്ടർസ്റ്റാൻഡ്? തോട്ട് ഞാൻ എനിക്കെന്തോ ബുംറയുടെ കല്യാണം കാരണം സങ്കടപ്പെട്ട അനുപമ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞ് അവരിട്ടു. പിന്നെ നൗ വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, അത് തിങ്ക് എനിക്ക് എന്റെ കാര്യമില്ല പ്രശ്നം. സി എന്നെ കുറച്ച് പേർക്ക് ഇന്ത്യയിൽ അറിയും, പക്ഷെ ബുംറ ഇസ് സംബഡി എവ്രിബഡി ഇൻ ദ വേൾഡ് നോസ്. അപ്പൊ ഐ എം ഇൻ ദിയർ സെർച്ച് ലിസ്റ്റ്, ലൈക്ക് വൈ പുവർ തിങ് ഹി ഈസ് ജസ്റ്റ് ലിവിങ് ഹിസ് ലൈഫ് അറ്റ് ദ പീക്സ് ഓഫ് ഹിസ് കരിയർ. പിന്നെ ഞാൻ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടല്ലോ എന്തിനാണെന്ന് തോന്നി. ഇപ്പൊ മലയാളത്തിലെ യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിൽ ഈ വാർത്ത ഇങ്ങനെ വന്നേനെ, ബുംറയുടെ കല്യാണം കഴിഞ്ഞ അനുപമ ഡിപ്രഷൻ അടിച്ച പാട്ട് പാടി എന്നാണ് പുതിയ വാർത്ത. കൂടുതൽ ലിങ്കിന് വേണ്ടി. അയ്യോ, അപ്പൊ നിങ്ങളായിരുന്നു ഇതൊക്കെ ഇത്ര നാളെ പറഞ്ഞിരുന്നേ? ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു ആരാന്ന്. ശംഭു അങ്ങനെയാണല്ലോ പറയാം. പക്ഷെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വൺ വേ ഇഷ്ടമുണ്ട്, ഇങ്ങോട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ ഒരാളെ യു ലൈക്ക് someone, you have told, she have told that. I don't know who is that. Do you still have അയാൾക്ക് തന്നെ അറിയില്ല, പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യം. You still have that? Yeah. Okay. ഈ ചുരുണ്ട മുടി പരിപാടി, അതായത് ആൾക്കാരെല്ലാം അതിൻ്റെ പുറകെ എന്ന് പറയുന്ന ഒരു ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ മൂവീസൊക്കെ വരുമ്പോൾ ഇപ്പോൾ ആ മുടി എന്തായാലും നന്നായിട്ട് കെയർ ചെയ്യണമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അത് മുഴുവൻ കട്ട് ചെയ്യണം എന്ന് പറയുന്ന എന്തെങ്കിലും ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വന്നാൽ? പൊന്നെ, ഞാൻ ഇതിന് മുന്നേ ഏതായിരുന്നു ഐ തിങ്ക് ജോൺ ബ്രിട്ടാ സാറിന്റെ മറ്റേ ഇന്റർവ്യൂലാന്ന് തോന്നുന്നുണ്ട്, ലെവിൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്, പുള്ളിക്കാരൻ ഇതേ ചോദ്യം ചോദിച്ചു. മണിരത്നം comes and asks you that there is a film but you have to go bald, would you do it? അങ്ങനെ ചെയ്യുമോന്ന് ചോദിച്ചു. ഞാൻ ആ സമയത്ത് ഞാൻ 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എന്റെ മുടി മൊത്തം മൊട്ടടിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഞാൻ പറയും, മണിരത്നം സാർ എന്നെ വിളിച്ചത് ദേ വരുന്നു മുടി പോട്ട് ഞാൻ പോവും, മുടി ഇന്ന് വരും നാളെ പോവും. ഓക്കെ, സോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് സ്റ്റൈൽ മാറ്റാനൊക്കെ. ഞാൻ I think after Premam, I've been doing this straight hair, wavy hair. ഞാൻ ഈ frizzy curly hair ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല ഒരു ഫിലിമിലും. പിന്നെ in last 2 years only, like with this film and another film I did, only I started reusing my curly hair. അതിന്റെ ഇതിൽ അതിനിടെ കുറേ നശിപ്പിച്ചു, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തൊക്കെ നശിപ്പിച്ചു പോയി.